ഇനിയിപ്പം രാവിലെ വന്ന് ഇവിടെ കുഴിയെടുക്കുക. ഇന്നത്തെ പണി എവിടെയാന്ന് ചോദിച്ചാല് വാഴക്കുളത്താണ്. വാഴക്കുളത്തൊരു പാർക്കിംഗ് ഏരിയ ലെവൽ ചെയ്യാൻ വേണ്ടിയാ പഞ്ചായത്തിന്റെ വർക്കാം. ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്താൽ നടക്കത്തില്ല, മഴ പെയ്തില്ലെങ്കിൽ തീർത്തു കൊടുക്കും. ഇവിടെ മണ്ണില്ല, ഇവിടെ കുറച്ച് വേസ്റ്റ് കിടപ്പുണ്ട്. ഈ വേസ്റ്റ് എല്ലാം കൂടെ ഇവിടെ കുഴിച്ചു മൂടി ഇട്ടിട്ട് ആ മണ്ണെടുത്ത് ലെവൽ ചെയ്യാം. ബാക്കി കുറേ വേസ്റ്റ് ഉണ്ട്, അതെല്ലാം ഈ കുഴിക്കകത്തിട്ട് മൂടുക. അതിനുവേണ്ടിയാണ് ഈ കുഴി കുത്തുന്നത്. മതിയായ ഒരു കുഴി കുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വേസ്റ്റ് എല്ലാം ഇടാൻ ഇത് മതിയാവും. നേരെ ഇത് ഉള്ള മണ്ണ് ലെവൽ ചെയ്തിട്ട് ആ കിടക്കുന്ന വേസ്റ്റ് ചപ്പും എല്ലാം കുഴിക്കകത്തിട്ട് കൊണ്ടിടാം. നല്ല മണ്ണ്, ഇത്ര മണ്ണ് ഒരു 2 ലോഡ് മണ്ണ് കിട്ടിയിട്ടുണ്ട്. 2-3 ലോഡ്, 2 ലോഡ് കാണും. 2 ലോഡ് മണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് ലെവൽ ചെയ്യണം. ആ ഭാഗത്ത് ചെറിയ ബക്കറ്റാണ് അവിടെ ഇപ്പോൾ ഉറപ്പുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് കോരിയിടട്ടെ. കടയെല്ലാം അളവാട്ടോ, 1-2 കടയെ ഉറപ്പിച്ചു. ആ കാടാന്ന് വേസ്റ്റ് എല്ലാം കൂടെ വാരിയിട്ട് മാറ്റിയിട്ട് വേണം അങ്ങോട്ട് മണ്ണിടാൻ. ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ കാട് പറിച്ച് കൂട്ടി വയ്ക്കുന്ന കേട്ടോ. അതിന് മാത്രം വലിയ വേസ്റ്റ് ഒന്നും അല്ല, ചപ്പ മൊത്തം അഴുകിപ്പോകുന്ന സാധനങ്ങളാണ്. ഈ സൈഡിലേക്ക് മാറ്റിയിട്ട് ആ മണ്ണ് കൊണ്ടിങ്ങോട്ട് കുറച്ച് കൊണ്ടിടാം. പരമാവധി കിട്ടുന്ന ലെവലാക്കി ഇടാം. നിറച്ച് കുപ്പിയാണ് ഇവിടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ വർക്കിന്റെ കഴിഞ്ഞ റോഡ് സൈഡ് ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ഇത് ഈ കുപ്പിയുടെ കളിയാണ്. ഇനിയിപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ഇങ്ങോട്ട് ഈ പണിഞ്ഞു വന്നത്. നാളെ ഇനി പൈപ്പ് ലൈൻ്റെ പണിക്ക് വീണ്ടും പോകണം. ഇപ്പം പൈപ്പ് ലൈൻ്റെ പണിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഴയൊക്കെ ആയിട്ട് വേറെ വർക്കൊന്നും അങ്ങനെ വരുന്നില്ലല്ലോ. വേറൊരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആ പൈപ്പ് ലൈൻ്റെ പണിക്ക് 4 മണിക്കൂറൊക്കെ കിട്ടും. ചിലപ്പോൾ 2-3 മണിക്കൂർ കിട്ടും, ചിലപ്പോൾ 3-4 മണിക്കൂർ കിട്ടും. പിന്നെ മഴ പിടിച്ച് വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ. ഇനിയിപ്പോൾ 2 ദിവസമായിട്ട് മഴ ഇല്ലാത്തതുള്ളൂ. ഇനി ആ കാണുന്ന ഇതിവിടെ വലിച്ചു കൂട്ടട്ടെ. വലിച്ച് അങ്ങോട്ട് കൂട്ടിയിട്ടിട്ട് ഇവിടെ തള്ളി ചപ്പ് ഒന്നുകൂടെ തള്ളണം. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വലിച്ചു കൂട്ടിയിട്ടാണ് ഇറ്റാച്ചിക്ക്. അന്ന് ഞാൻ വന്നില്ലായിരുന്നു. അന്ന് ചെറിയ മഴയുള്ള സമയത്തായിരുന്നു. അന്ന് കയറ്റി വിടാന്നൊക്കെ പറഞ്ഞ് വലിച്ചു കൂട്ടി കേട്ടോ. എന്നിട്ട് ഇതിപ്പം ഇങ്ങോട്ട് വിടാൻ ആരും എടുക്കത്തില്ല. നീ ഒന്നും എന്നിട്ട് ഇപ്പറേന്ന് ചാടത്തുമില്ല. അതൊക്കെയാണ് പ്രശ്നം. ഇത് വലിച്ചു കൂട്ടട്ടെ. എത്ര ചെളിയാത്തി ചെളിയെന്ന് പറഞ്ഞാൽ മഴ പെയ്ത് മിനിഞ്ഞാന്ന് വരെ മഴയില്ലായിരുന്നു. ഇത് ഉണങ്ങിയിട്ടൊന്നുമില്ല. ലെവലായ ചെളിയാവൂന്ന് എനിക്ക് തോന്നുന്നു. ലെവലാവോ ചെളിയാവൂന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ അത് നല്ല നനവാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളായിരിക്കാം. മുൻപിൽ എന്തെങ്കിലും പറയുമെന്ന് അറിയില്ല. വാഴക്കുളം സ്റ്റാൻഡിന്റെ തൊട്ടടുത്താട്ടോ. സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വേണേൽ പറയാം. തൊട്ടപ്പുറം സ്റ്റാൻഡാ. വാഴക്കുളം സ്റ്റാൻഡ്, മാർക്കറ്റ്, പൈനാപ്പിൾ മാർക്കറ്റൊക്കെ എൻ്റെ തൊട്ടടുത്താട്ടോ. ആ സൈഡിൽ കെട്ടിന്റെ സൈഡിൽ കൂടെ കൊണ്ടിടാം.
എന്നിട്ട് കിട്ടുന്ന ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നാണല്ലോ ഉറച്ചു കിട്ടുമല്ലോ. അമ്മാതിരി ചെളിയല്ല, നനവല്ലേ. വണ്ടിയൊക്കെ കയറിയെന്ന് പറയും. ഇപ്പൊ ലെവൽ ചെയ്തിട്ട് കൊടുത്താൽ ലെവലാന്ന് മാത്രം പറയാവുന്നുള്ളൂ. അല്ലാതെ വണ്ടി കയറി ഇവിടെ പാർക്ക് ചെയ്യാനൊന്നും പറ്റുമെന്ന് തോന്നില്ല. പിന്നെ കുറച്ച് മണ്ണ് കൊണ്ടിട്ട് ലെവൽ ചെയ്ത് നോക്കട്ടെ. പതുക്കെ അങ്ങ് ലെവൽ ചെയ്യാം. ഈ കിണറിന്റെ ഭാവം ഉള്ള മണ്ണോട്ട് ലെവൽ ചെയ്യാം. ഇങ്ങോട്ട് ഫ്ലോപ്പ് ഉള്ളതുകൊണ്ട് ഈ മണ്ണ് ഒഴിഞ്ഞ് റോഡിലേക്ക് പോകാൻ നിനച്ചു കേട്ടോ. പോകാലായിരിക്കും. അതിനകത്തും വെള്ളം വരാനില്ലല്ലോ ഇവിടെ. ഇവിടെ തൊട്ട് ഇങ്ങനെ പതുക്കെ തട്ടി ലെവൽ ചെയ്ത് ആ ലെവലപ്പിച്ച് അവിടെ അപ്പുറം സൈഡും ആക്കാം. അതാണ് ഞാൻ ഇപ്പൊ ഉദ്ദേശിച്ചേക്കുന്നത്. ആൾക്കാരെല്ലാം മണ്ണടിച്ച് നോക്കിക്കോ ഇവിടെ എന്താ ഇവിടെ ചെയ്തത്. അയ്യോ, ഇവിടിപ്പം വണ്ടി കയറ്റി ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഇതുപോലെ പതുക്കെ തട്ടി ലെവൽ ചെയ്ത് നടക്കത്തുള്ളൂ. ഇവിടെ താഴുന്നുണ്ട്. മഴ പെയ്യാൻ 2 ദിവസം ഇരിക്കുകയാണെങ്കിൽ ഉണങ്ങിയാലും കുഴപ്പമില്ല. അതുപോലത്തെ മണ്ണാണ് ഇത്. നല്ല വലിയ പാടാ. നല്ല താന്നു പോകും. അതേപോലെ ഇങ്ങനെ ചെറിയ ബക്കറ്റ് തന്നെ പതുക്കെ തട്ടി ലെവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉള്ള ലെവലങ്ങനെ ലെവൽ ചെയ്യും, അത്രേ ഉള്ളൂ. പകുതി പാവം ലെവലാക്കിയിട്ടുണ്ട്, കുറച്ച് പാവം. ഇനി അവിടെ ഒരു കട ഉണ്ട്, ആ കടയിൽ പോയി കുറച്ച് വെള്ളം മേടിക്കുന്നു. വായിക്കുന്നു, പോയി വെള്ളം മേടിച്ചോണ്ട് വരാം. വെള്ളം മേടിച്ചോണ്ട് വരുവാണ്. അത് നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. നല്ല അത്യാവശ്യം നല്ല തിരക്കാട്ടോ ഇവിടെ. നല്ല തിരക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരൊറ്റ ഹോട്ടലും തുറന്നിട്ടില്ല. ഞായറാഴ്ച ആയതുകൊണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയുടെ ആട്ടോ ഇവിടെ എല്ലാം ചെളിയായിട്ട് കിടക്കുക. ഇത് താന്ന് പോവാം. അത് കാരണം ലെവൽ ചെയ്താൽ ശരിയാവുമെന്നൊരു സംശയമുണ്ട്. പിന്നെ ഈ വേസ്റ്റ് എല്ലാം ഇനി മാറ്റിയിട്ട് വേണം ഇങ്ങോട്ടുള്ള കുറച്ച് മണ്ണിട്ടിട്ട് ലെവൽ ചെയ്യാനുള്ളത്. ഇതെല്ലാം മഴ പെയ്ത് നനഞ്ഞ് കിടക്കുക. പാർക്കിംഗ് ഏരിയ ആയതുകൊണ്ട് പ്രശ്നം. ഈ കല്ലും മാറ്റണം. ഈ കല്ല് ഒതുക്കിയിട്ടിട്ട് ബാക്കി ആ താഴെ ആ ഭാഗത്ത് കുറച്ച് കല്ലുണ്ടല്ലോ, അതോടെ ഒതുക്കിയിട്ട് വേണം തള്ളി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ. ഇവിടെ കല്ല് മരുന്ന് വെച്ച് പൊട്ടിച്ചിട്ടേക്കുന്നതാണ്. ഈ മൂല ചെറുതായിട്ടൊന്ന് ഒതുക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് വേണം കംപ്ലീറ്റ് മൊത്തത്തിലൊന്ന് ലെവൽ ചെയ്യും. അവിടെ ഒരു കൂട്ടം വേസ്റ്റുകൾ കിടപ്പല്ലോ കേട്ടോ, അതുകൂടെ മാറ്റണം. ഇവിടെ ഭയങ്കര വിയറുപ്പിയാണ്. ഇവിടെയാണോ വിയറുണ്ടാക്കുന്നത് സംശയമുണ്ട്. എന്ത് കുപ്പിയാണെന്ന് ഒരു രക്ഷയില്ല. ടയറിനിടയ്ക്ക് ടയറ് പൊട്ടിപ്പോകത്തെ ഭാഗ്യം. നല്ല വെയിലുണ്ട്, മഴയൊന്നും പെയ്യാൻ ചാൻസ് ഇല്ല. അവര് വന്ന് പറഞ്ഞു തന്നിട്ട് അവരെല്ലാം പോയി കേട്ടോ. അവര് എന്നിട്ട് 20 വിളിച്ചാലേ വരത്തുള്ളൂ.
സമയം 11:18 11:30 ആവുന്നു. 1 മണിയൊക്കെ ആവുമ്പോൾ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ വല്ല വർക്ക് ഇവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല. കുറച്ച് കല്ല് കിടപ്പുണ്ട്, അതോടെ എടുത്ത് മാറ്റണേ. എൻ്റെ ഈ സൈഡ് കംപ്ലീറ്റ്, ഈ ഏരിയ കംപ്ലീറ്റ് ലെവൽ ചെയ്യണമെന്നാണ്. ലെവലില്ല, ക്ലിയർ ആക്കണമെന്നാണ്. അവിടെ കിടന്ന കല്ല് കുറച്ച് മാറ്റി. കല്ലിൽ ഒത്തിരി പണിയുണ്ടാകുന്ന അവർ പറഞ്ഞത്. കല്ലിൽ പെടുത്താൻ സമയം പോകും. അത്യാവശ്യം ആ സൈഡ് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന കല്ല് മാത്രം അങ്ങോട്ട് തള്ളി മാറ്റിയാൽ മതി. കല്ലിൽ ഒത്തിരി പണിയുണ്ടെന്ന്. അതിൽ നന്നായി, നമുക്കതാ ഇഷ്ടം. കല്ല് പണിയാൻ പോയാൽ അല്ലെങ്കിൽ ശരിയാവും. തട്ടി അങ്ങോട്ടും തട്ടി ഇങ്ങോട്ടും തട്ടി പണിയും തീരത്തില്ല. ഇല്ല, മഴ ചാറാൻ തുടങ്ങി കേട്ടോ. വെറുതെ മെനക്കേട് കേസായിപ്പോയി. ഉറച്ചു ചെയ്തു. ഇനി ഇതൊന്നും ഉറപ്പിലൊന്നും നടക്കത്തില്ല. വണ്ടി ഓടി ഉറപ്പിലൊന്നും പറ്റുന്നില്ല. മഴയാ. മഴയൊന്ന് പോയെന്ന് കൂട്ടിയാൽ മതി. കംപ്ലീറ്റ് ചെളിയാവും. പിന്നെ ഇത് അടുത്ത പ്രാവശ്യം വന്നു വെച്ചോ എന്തെങ്കിലും കാണും. നോക്കട്ടെ പറ്റുമോ. ഇത് മഴ പെയ്തു, നല്ല മഴ പെയ്തു. ഏകദേശം തീരാറായപ്പോഴത്തേക്ക് മഴ പെയ്തു തീർന്നു. ഈ ഭാഗത്ത് കുറച്ച് കല്ലൊക്കെ തള്ളി ഇട്ട് ലെവലാക്കി. ഇപ്പൊ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. നല്ല മഴയല്ല, മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ ചെളിയായി. അങ്ങനെ ഇവിടുത്തെ വർക്ക് അത്യാവശ്യം ക്ലിയർ ആക്കി കൊടുത്തു കേട്ടോ. മഴ പെയ്തുകൊണ്ട് ഇപ്പം ഒത്തിരി ഡോസ് ചെയ്ത് ലെവൽ ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാമത് മൊത്തത്തിൽ ചെളിയായി കിടക്കുമായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ട് ഇവിടുത്തെ വർക്ക് നിർത്തിയേ. ഇനി ഒരു 3-4 ദിവസം ഉണങ്ങിയിട്ട് വന്ന് ഒന്ന് ഡോസ് ചെയ്ത് ലെവൽ ചെയ്താൽ ഓക്കെ ആയിക്കോളൂ. ഇപ്പോൾ മഴ പെയ്തപ്പോൾ ഞാൻ വലിയ ഡോസ് ചെയ്യാൻ പോകാത്തതുകൊണ്ട് വലിയ ചെളി ആയിട്ടുമില്ല കേട്ടോ. നാളെ ഇപ്പോൾ എനിക്ക് പൈപ്പ് ലൈൻ്റെ വർക്ക് കാണുമായിരിക്കും. ചെന്നിട്ട് ബക്കറ്റൊക്കെ ഒന്ന് മാറണം. ബക്കറ്റിൻ്റെ ടീത്തൊക്കെ മാറാനുണ്ട്. എന്നാലും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.